ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനൊരു സൂചി ഗോതമ്പ് റവ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അത് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ഉള്ള ഉപ്പുമാവാണ്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ, പഴയ കാലത്തെ ആളുകൾക്കൊക്കെ അറിയാം, പണ്ട് എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മളവിടെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും. ഇപ്പോഴാണ് ഇഡ്ഡലിയും ചട്നിയും സേവ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയത്. പണ്ടൊക്കെ എന്ത് വിശേഷത്തിന് രാവിലെ കഴിക്കുകയും ഇതിന്റെ കൂടെ ചിലപ്പോൾ ചട്നി, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താ പറയുക പഞ്ചസാര കൂട്ടി കഴിക്കണമായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. ഒരു 5 മിനിറ്റ് പരിപാടിയുള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ അതിനാദ്യം ഞാൻ ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഒരു ഗ്ലാസ് ഇതാണ് കേട്ടോ സൂചി ഗോതമ്പ് റവ. ഒരു ഗ്ലാസ് അളവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കപ്പില് ഒരു കപ്പും കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 3-4 ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ്. അപ്പം അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കടുക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല, കുറച്ച് നാളികേരം. ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ പാകത്തിനുള്ള ഉപ്പും വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കുക്കറ് വെള്ളമൊക്കെ വറ്റി ചൂടായിട്ടുണ്ടായ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. നാടൻ വിഭവങ്ങളിലൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ ഗ്യാസ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പുറത്ത് പഴം വേവിക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മൾ ഉപ്പുമാവിനുള്ളത്. കടുകിട്ട് കൊടുത്തു. എണ്ണ ചൂടായി വരണേ ഉള്ളൂ കേട്ടോ. കടുക് പൊട്ടട്ടെ തുടങ്ങി. അപ്പം നമ്മൾ എടുത്ത് വെച്ച നമ്മളെ ഫ്രഷ് കരിവേപ്പിൻ്റെ ഇല ഒഴിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി രണ്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക. ഈ ചട്ടകത്തിന് വെള്ളമുണ്ട്, അതാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഈ സവാള ചെറുതാക്കി അരിഞ്ഞിടുക. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ബീൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഉപ്പുമാവിലേക്ക് നമ്മൾ റവ ഉപ്പുമാവിൽ ഇടുന്ന പോലെ ബീൻസ് ഒന്നും ഇടണ്ട. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ കൈ വിടാതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേനെ. എല്ലാം കൂടി ഒപ്പമാവണ പോലെ ഇളക്കി കൊടുക്കുക. അത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച സൂചി ഗോതമ്പ് റവയില്ലേ അതിട്ട് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പ് വരണം കേട്ടോ. ഈ വെജിറ്റബിൾസിലും ഈ വെളിച്ചെണ്ണയിലും ഒക്കെ കടന്നിട്ട് ഈ ഗോതമ്പ് റവയും കൂടി ഒന്ന് മൊരിയണം കേട്ടോ. ഇതിൽ കടന്ന് മൊരിയുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. മണം വരും. നന്നായി ഇതിൻ്റെ കൂടെ കടന്നിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി, ഗ്യാസ് ഒന്ന് ഫ്ലെയിം കമ്മിയാക്കി കൊടുക്കുക. സിമ്മിലാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിന് റവയ്ക്ക് ഗോതമ്പ് റവയ്ക്ക് നമ്മൾ എടുക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിൻ്റെ കണക്ക് മനസ്സിലായോ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. എല്ലാവരും ഞാൻ ഒന്നും കൂടി പറയാം. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ റവ എടുത്തത്. അപ്പോൾ ഇതിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ റവ അളന്നെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഗ്യാസ് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. ഇനി വിസിൽ വരാൻ നിൽക്കണ്ട, ഞാൻ പറയാം. അടച്ചു വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. 2 മിനിറ്റ് കൂടി ആയിട്ടില്ല, ആവണേ ഉള്ളൂ. അപ്പോൾ ഇതിന് വെള്ളം ചൂടാക്കി ഒഴിക്കണമായിരുന്നു. ഞാൻ ചൂടാക്കാതെ ഒഴിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കണ സമയത്ത് ആ 2 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഞാനത് അടച്ചു വെച്ചു. 2 മിനിറ്റ് പോലും ആയില്ല. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ കുക്കർ എടുക്കുക. ഇതാ സിമ്പിളായ പരിപാടിയാണ്. അതങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വെക്കുക. എന്നിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴല്ലേ കുക്കറിൽ നമുക്ക് വേഗം തുറക്കാൻ പറ്റുള്ളൂ. അതായത് വിസിൽ വരാനോ അതിനൊന്നുള്ള സമയമില്ല. അത്രയാണ് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അപ്പം നമ്മൾ തുറന്നു. നമ്മളിനി ഇളക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരുണ്ടല്ലോ അത് ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും. പണ്ടൊക്കെ കഴിച്ച ആൾക്കാർക്ക് അറിയാം ഈ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ്. സ്വാദിഷ്ടമായ സൂചി ഗോതമ്പ് റവ ഉപ്പുമാവ് ഉണ്ടാക്കി. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് ചീനച്ചട്ടി അല്ലെങ്കിൽ പാനൊക്കെ വെച്ച് അതിലുണ്ടാക്കാം. പക്ഷേ ഈ കുക്കറിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. കുക്കർ വിസിലടിക്കാനൊന്നും വിടരുത്. അത് ഞാൻ കാണിച്ചു തന്നല്ലോ. അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങുക. പൈപ്പിൻ്റെ ചോട്ട് കാണിക്കുക, വെള്ളം ഒഴിക്കുക. അങ്ങനെ അതിൻ്റെ ഇത് കളയുക, സ്റ്റീം കളയുക, പിന്നെ തുറക്കുക കേട്ടോ. പക്ഷെ വെള്ളം ചൂടാക്കി ഒഴിക്കണം കേട്ടോ. ഞാനത് മറന്നു പോയതായിരുന്നു. ആ 2 ഗ്ലാസ് വെള്ളം നമ്മൾ അളവെടുത്തത്. ഒന്ന് വെള്ളം ചൂടാക്കണം. ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കുക. നിങ്ങൾ മറക്കരുത്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഈ ഉപ്പുമാവിലേക്ക് ഇതാ നല്ലൊരു നാളികേര ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലേ, പണ്ട് എനിക്കിഷ്ടം പഞ്ചസാരയായിരുന്നു. പിന്നെ അതുപോലെ പഴുത്ത മാങ്ങ. ഇപ്പോഴും ഞാൻ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഒക്കെ ഈ ഉപ്പുമാവ് പഴുത്ത മാങ്ങയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുക. എനിക്കിഷ്ടം അതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നറിയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.